ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട വലിയ പിതാവേ, ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരെ, സമർപ്പിതരെ, ഇന്ന് തിരുപ്പട്ടം സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് നെടുനിലം ശിംശാന, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ബന്ധുമിത്രങ്ങളെ, വലിയ അഭിമാനബോധത്തോടും പ്രാർത്ഥനകളോടും കൂടിയാണ് നമ്മളുടെ ഈ പുത്തൻ ദേവാലയത്തിൽ നമുക്കേവർക്കും പ്രിയപ്പെട്ട ശംശാന ജോസഫ് നെടുനിലത്തിന് കർത്താവിൻ്റെ അഭിഷേകം സ്വീകരിക്കാനായിട്ട് ഈ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്. ദീർഘനാളത്തെ പഠനവും പര്യാലോചനകളുമെല്ലാം കഴിഞ്ഞാണ് അദ്ദേഹം ഇവിടെ ആയിരിക്കുന്നത്. ദൈവം അദ്ദേഹത്തിന് പ്രത്യേകമായ അവസരങ്ങൾ നൽകി വൈദിക പരിശീലനം പൂർത്തിയാക്കാനായിട്ട് സഹായിച്ചു. ഇവിടെ ജനിച്ച് ഇവിടുത്തെ സ്കൂളുകളിൽ പഠിച്ച്, പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിൽ പഠിച്ച്, സെൻറ് തോമസ് കോളേജിൽ BA ഇക്കണോമിക്സ് ബിരുദം നേടി, മൈനൂർ സെമിനാരിയിൽ പഠിച്ച്, മാറപ്രിയമിൽ പഠിച്ച്, വടവാതൂർ സെമിനാരിയിൽ തത്വശാസ്ത്രം പഠിച്ച്, റോമിലെ പ്രൊപ്പഗാൻഡ കോളേജിൽ BTH-ഉം ലൈസൻഷ്യേറ്റും കരസ്ഥമാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. വ്യത്യസ്ത ഇടങ്ങളിൽ വൈദിക പരിശീലനത്തിൻ്റെ നിരവധിയായ മേഖലകളിൽ എത്താനും അതിൻ്റെ സവിശേഷതകൾ സ്വന്തമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പൗരോഹിത്യം കർത്താവിൻ്റെ ദാനമാണ്. ഈശോ അത് നൽകുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. പൗരോഹിത്യം ഈശോയുടേതാണ്. പരിശുദ്ധ ലയോ മാർപ്പാപ്പ സ്പെയിൻ സന്ദർശിച്ചപ്പോൾ ഒരു മാസം മുമ്പ് അവിടുത്തെ വൈദിക വിദ്യാർത്ഥികളോട് പറഞ്ഞു, ട്രീസ് ഡൈ സ്റ്റാൻഡിങ്, they remain upright, they retain their appearance, but inside they are dry. Spiritual life does not bear fruits because of what is visible. ഒരു മരം ഡൈ സ്റ്റാൻഡിങ്, നിന്നുകൊണ്ട് മരിക്കാൻ അതിന് കഴിയും. ഉണങ്ങിയ മരമാണെങ്കിലും അപ്രൈറ്റായിട്ട് ദീർഘനാളത് നിൽക്കും. ദേ റീറ്റെയിൻ ദെയർ അപ്പിയറൻസ്, അതിൻ്റെ ബാഹ്യമോടികളൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷേ ഉള്ളിൽ ദേ ആർ ഡ്രൈ, ഉള്ള് ഒന്നുമില്ല, ഉണങ്ങി വരണ്ട് ശുഷ്കിച്ച യാഥാർത്ഥ്യമാകും. പരിശുദ്ധപിതാവ് പറഞ്ഞു, ഒരു സെമിനാരിക്കാരനും ഒരു വൈദികനും ഇതുപോലെ ആകാനുള്ള സാധ്യതയുണ്ട്. നിന്നുകൊണ്ട് മരിക്കുക, ഉള്ളിൽ ഒന്നുമില്ലാതിരിക്കുക. 10 ലക്ഷം ആളുകൾ പരിശുദ്ധപിതാവിനെ കാണാൻ സ്പെയിനിൽ ഒന്നിച്ചു കൂടിയിരുന്നു. അങ്ങനെ വലിയ ആൾക്കൂട്ടത്തോടാണ് വൈദിക വിദ്യാർത്ഥികളോടും പാർലമെൻറ്റിലും ബർസലോണയിലുമെല്ലാം പരിശുദ്ധപിതാവ് സംസാരിച്ചത്. നല്ല പരിശീലനമാണ് ഒരു കുട്ടിക്ക് അച്ഛനാകാൻ വേണ്ടി കിട്ടേണ്ടത്. നമ്മുടെ ശമാശന് പ്രധാന വർഷങ്ങളിലെ പരിശീലനം
ദൈവശാസ്ത്ര പരിശീലനം റോമിലെ പ്രൊപ്പഗാൻഡ ഫീഡെ പൊന്തിഫിച്ചിയോ കൊളേജിയോ ഉർബാനോ എന്ന് പറയുന്ന ആ വലിയ യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പ്രൊപ്പഗാൻഡയിൽ താമസിക്കുകയാണ്. നമ്മുടെ വലിയ പിതാവ് അവിടെ പഠിച്ച്, അവിടെ പഠിപ്പിച്ച്, അവിടെ വൈസ് ഡയറക്ടറായിട്ട് ജോലി ചെയ്ത ആളായിരുന്നല്ലോ. പിതാവിന് 100 വർഷങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഈ കുഞ്ഞിൻ്റെ തിരുപ്പട്ടദാനത്തിലും പിതാവിൻ്റെ സാന്നിധ്യം ഞാൻ മനസ്സിൽ സ്നേഹപൂർവ്വം ഓർത്തു. വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞു, പിതാവ് കൂടെ ഒന്ന് വരികയാണെങ്കിൽ പിതാവിൻ്റെ 100-ാം വർഷത്തിൽ പ്രൊപ്പഗാൻഡയിലെ ഒരു കുട്ടിക്ക് തിരുപ്പട്ടം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതമായ അടയാളമായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും അത് അനുഭവപ്പെടുമെന്ന്. അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ, വലിയ മഴയില്ലെങ്കിൽ നോക്കാം. അങ്ങനെ പിതാവ് സ്നേഹത്തോടെ നമ്മുടെ കൂട്ടത്തിൽ ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ ഒന്നിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൊപ്പഗാൻഡയിൽ പഠിക്കാൻ വളരെ ചുരുക്കം ചില ആളുകൾക്ക് അവസരം കിട്ടുകയുള്ളൂ. ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിലെ തിരഞ്ഞെടുക്കപ്പെട്ട വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമാണ് കൊളേജിയോ ഉർബാനോ. റോമിലെ ഏറ്റവും വലിയൊരു കോളേജാണ്. പരിശുദ്ധ മാർപ്പാപ്പ താമസിക്കുന്നതും ഈ കോളേജും ഫേസ് ടു ഫേസാണ്, മുഖത്തോട് മുഖം നോക്കുന്നത് പോലെയാണ്. സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് കൊളേജിയോ ഉർബാനോ. മാർപ്പാപ്പായുടെ വസതിയേക്കാൾ ഉയർന്ന ഒരു ചെറിയ മലയാണിത്. ആ മലയിൽ നിന്നാൽ മാർപ്പാപ്പായുടെ വാസസ്ഥലവും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറും എല്ലാം പൂർണ്ണമായിട്ട് കാണാം. അത്ര അടുത്താണ്, അത്ര സമീപത്തിലാണ്. എന്നും മാർപ്പാപ്പായുടെ വീടും പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രവും കണ്ട് നടക്കാനും പഠിക്കാനും വായിക്കാനും എല്ലാമുള്ള അവസരമാണ് പ്രൊപ്പഗാൻഡയിൽ പഠിക്കുന്ന ശമാശന്മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ശംശാന ജസ്റ്റിൻ ജോസ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിനോടും ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിനോടും അതുപോലെ അവിടെ വരുന്ന നിരവധിയായ സഭാ തലവന്മാരോടും ഒക്കെ കൂടുതൽ അടുക്കാനും പരിചയപ്പെടാനും എല്ലാമുള്ള അവസരം ലഭിച്ചു. ഇറ്റാലിയൻ ഭാഷ നല്ലതുപോലെ പഠിച്ചു. പഠന വിഷയവും നമ്മളുടെ സഭയോട് ബന്ധപ്പെട്ട ലിറ്റർജിക്കൽ ആൻഡ് പാസ്റ്ററൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവേശക കുദാശകളുടെ സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങൾ, സിംബിൾസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നമ്മളുടെ കുദാശകളെക്കുറിച്ച് റോമിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് സുമാക്കും ലവുദേ ഹയസ്റ്റ് ഗ്രേഡാണ് അത് വാങ്ങിച്ചു. അത് നമുക്ക് രൂപതയ്ക്ക് ഏറ്റവും വലിയൊരു കൃപയായിട്ടുകൂടെ ഞാൻ കരുതുകയാണ്. അവിടുത്തെ റെക്ടറേറ്റിന് സ്മാഷിനെക്കുറിച്ച് നല്ല റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. റവറൻഡ് ഫാദർ അർമാൻഡോ നല്ല സ്നേഹമുള്ള ആളാണ്. നിരവധിയായ കാര്യങ്ങളെടുത്ത് പറഞ്ഞതിൽ ഡീക്കൻ ജോസ് ആസ് എ ലിറ്റർജിക്കൽ ആൻഡ് പാസ്റ്ററൽ ഹാർട്ട്, ആരാധനക്രമപരമായതും അജപാലനപരമായതുമായ ഒരു ഹൃദയമുള്ള ശമാശൻ. പഠനത്തിൽ സുമാക്കും ലവുദേ, അതുപോലെ റോമിലായിരിക്കുമ്പോൾ ഇടവകളിൽ പരിചയപ്പെടാനായിട്ട് അയക്കും. അവിടെയും അവിടുത്തെ വിയാരിച്ചനുമൊക്കെ നല്ല റിപ്പോർട്ട് കൊടുത്തുകൊണ്ടുകൂടിയാണ് ഇന്ന് ഈ ദേവാലയത്തിൽ
അദ്ദേഹത്തെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. വലിയ പിതാവിനോടും അദ്ദേഹത്തെ പഠിപ്പിച്ച വടക്കേലച്ഛനാണ് ആർച്ചുഡീക്കൻ. ഈ പള്ളി പണിയിപ്പിച്ച അച്ഛനാണ് രണ്ടാമത്തെ ആർച്ചുഡീക്കൻ. നിരവധി വൈദികരുണ്ട്. അങ്ങനെ വലിയൊരു സമ്പന്നമായ പ്രാർത്ഥനയുടെ മുഹൂർത്തത്തിലാണ് ഈ തിരുപ്പട്ടം നമ്മൾ പരികർമ്മം ചെയ്യുന്നത്. ഇന്ന് ജോൺ മരിയ വ്യാനിയുടെ ഓർമ്മ ദിവസമാണ്. ഇടവക വൈദികരുടെ പേട്രനാണ്. 16-18 മണിക്കൂറുകൾ ഓരോ ദിവസവും കുമ്പസാരക്കൂട്ടിൽ സമയം ചെലവഴിച്ച ഇടവക വൈദികനാണ് അദ്ദേഹം. ഇവിടെയും കുമ്പസാരിപ്പിക്കാൻ പോകുന്ന നിരവധിയായ അച്ഛന്മാരിവിടെ ഇരിപ്പുണ്ട്. മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിലായിരിക്കുന്ന അച്ഛന്മാരെ ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമുക്ക് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ നമ്മളുടെ സ്വർഗീയ അധ്യക്ഷനായിട്ടുണ്ട്. അർസലേ വികാരി സുവിശേഷം ജീവിച്ച് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഫ്രാൻസ് കെയിം ടു ആർസ് എന്നാണ്. ആർസ് എന്ന ഫ്രാൻസിലെ ചെറിയ ഒരു ഇടവക. ദ ഹോൾ ഫ്രാൻസ് കെയിം ടു ആർസ് എന്ന് പറയത്തക്ക വിധത്തിൽ ആ അച്ഛൻ ആ ഇടവകയെ സ്വർഗതുല്യമാക്കി മാറ്റി. ഒരു വൈദികൻ്റെ കുമ്പസാരക്കൂട്ടിലെ ശുശ്രൂഷ വഴി ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം ലഭിക്കാനുണ്ടെന്ന് നമുക്കാർക്കും കരുതാൻ പോലും സാധിക്കുകയില്ല. പാപമോചനം നൽകുന്ന ശുശ്രൂഷയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പൗരോഹിത്യം ഒരു തീ ഇടലാണ്. കർത്താവ് പറഞ്ഞല്ലോ, തീയിടാനാണ് ഞാൻ വന്നത്. തീ കെട്ടുപോകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, കത്തി പടരണം. കത്തിപ്പടരേണ്ട അഗ്നിയാണ് തിരുപ്പട്ടം എന്ന് സഭാപിതാക്കന്മാരും വേദശാസ്ത്രികളുമെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനത്തിൽ 12:20 നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനുകൂട്ടുകയാണ്. ശിരസിൽ തീ വാരി ഇടുകയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ. ഹീപ്പിംഗ് ഹോൾസ് ഓഫ് കൈൻഡ്നെസ് on one who has wronged, you can cure him of vices. തിന്മകളിൽ നിന്ന് അവനെ മോചിക്കാൻ പറ്റും. burn away his malice. അവൻ്റെ എല്ലാ അശുദ്ധിയും കത്തിച്ചു കളയാണ്. move him to repentance. ശിരസിൽ തീക്കനൽ ഇടുമ്പോൾ കിട്ടുന്ന 3 കൃപകളാണിത്. എല്ലാ മാലിന്യങ്ങളും കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കുന്ന ആ ശുശ്രൂഷ. ആ ഒരു ശുശ്രൂഷ തിരുപ്പട്ടത്തിലൂടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഏറ്റവും വലിയ ദൈവവിളിയായിട്ട് അത് മാറുകയാണ്. സുറിയാനി സഭയുടെ ഏറ്റവും വലിയ ചിന്തകനായ അഫ്രഹാത്ത് എഴുതി, സഭയുടെ പുരോഹിതന്മാരാകുന്ന തൻ്റെ വിദഗ്ധ വൈദ്യന്മാർക്ക് നമ്മുടെ കർത്താവ് അനുതാപത്തിൻ്റെ ഔഷധം നൽകിയിരിക്കുന്നു. ദുഷ്ടതയാകുന്ന വ്യാധികൾ വഴി സാത്താനിൽ നിന്ന് പ്രഹരമേറ്റവർ തൻ്റെ മുറിവുകൾ ജ്ഞാനിയായ വൈദ്യൻ്റെ സ്നേഹിതരായ ശിഷ്യന്മാരെ കാണിക്കട്ടെ. പുരോഹിതന്മാർ ഈശോയുടെ സ്നേഹിതന്മാരാണ്. ആ സ്നേഹിതന്മാരെ മുറിവുകൾ കാണിക്കുമ്പോൾ കർത്താവ് അതിൽ തൈലം
പകർന്ന് നമുക്ക് വലിയ ആശ്വാസം നൽകും. ഇന്നത്തെ തിരുവചനത്തിൽ കർത്താവ് നമുക്ക് ബാഹ്യമായ അർത്ഥത്തിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതുപോലെയുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വാളില്ലാത്തവൻ പുറങ്കുപ്പായം വിറ്റ് വാള് വാങ്ങിക്കട്ടെ. ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂട്ടത്തിലായിരുന്നപ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം വന്നപ്പോൾ ഈശോ കൂട്ടത്തിൽ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒറ്റയുടുപ്പ് മതി, ഒരു ജോഡി ചെരുപ്പ് മതി, വലിയ ബാഗ് വേണ്ട, വളരെ ലൈറ്റായിട്ട് ഉള്ള ഭാരം മതി. യു ട്രാവൽ ലൈറ്റ്. അങ്ങനെ എളുപ്പത്തിൽ നടക്കാനും പറയാനും ഉള്ള ഒരു ജീവിത ശൈലി മാത്രം മതി. കാലക്രമേണ കൂടുതൽ പ്രതിസന്ധികളുണ്ടാകുമെന്ന് ഈശോ സൂചിപ്പിച്ചു. ഈശോയുടെ മരണോത്ഥാനങ്ങൾ കഴിയുമ്പോൾ ശ്ലീഹന്മാരും ശിഷ്യന്മാരും കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ചുള്ള സൂചനകൾ പറഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങൾക്ക് 2 വാളുണ്ട്, അതുപോലെ. ഈശോയ്ക്ക് മനസ്സിലായി, അവർക്കത് മനസ്സിലായിട്ടില്ല എന്ന്. ഞങ്ങൾക്ക് 2 വാളുണ്ട്. ഈശോ പറഞ്ഞു, അത് മതി. അതിൻ്റെ അർത്ഥം നിങ്ങളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ്. അത് മതി, 2 വാൾ അവിടെ ഇരിക്കട്ടെ, അത് മതി. വേദശാസ്ത്രികൾ പറയും, അംബ്രോസിനെ പോലെയുള്ളവർ ആ 2 വാള് പഴയ നിയമവും പുതിയ നിയമവുമാണ് അവരുദ്ദേശിച്ചിരുന്നെങ്കിൽ അത് മതി എന്നത് കറക്റ്റായ ഉത്തരമാണ്. അവരതൊന്നും ഉദ്ദേശിച്ചില്ല. അവർ പഴയ നിയമവും ശരിക്ക് പഠിച്ചിട്ടില്ല. പുതിയ നിയമത്തിൻ്റെ ഉള്ളറകൾ അവർ അകലിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. അവരുടെ കയ്യിലുള്ള 2 വാള് മീൻ പിടിക്കുമ്പോൾ അതിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന വാളും പെസഹ ഭക്ഷിക്കുമ്പോൾ ആടിനെ കൊല്ലുന്ന അരിവാളുമാണ്. അതാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന 2 വാള്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കൂടുതൽ നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല, അത് മതി, അങ്ങനെ ഇരിക്കട്ടെ. പണ്ഡിതനായ ക്രിസ്തുസ്തവൻ പറഞ്ഞു, ഈശോ ഭൗതികമായ വാളാണ്, വാള് വാങ്ങിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചെങ്കിൽ 100 വാളുകൾ ഉണ്ടെങ്കിലും അത് പോരാ. 100 വാളുണ്ടെന്ന് ഓർത്ത് നമുക്ക് ഈ ലോകത്തിൽ വെട്ടിപ്പിടിച്ചെല്ലാം ജീവിക്കാനൊക്കെ ഒന്നും പോരാ. 100 വാളുണ്ടെങ്കിലും അത് പോരാ. എന്നാൽ ആധ്യാത്മികമായ വാളാണ് ഈശോ ഉദ്ദേശിച്ചതെങ്കിൽ എണ്ണം പറയേണ്ട കാര്യമില്ല, 2 വാളും എന്നും പറയേണ്ട കാര്യമില്ല. അവിടെ ഈശോ കർത്താവിനെ അനുഗമിക്കുന്നവരുടെ ആത്യന്തികമായ വ്യക്തിത്വത്തിലേക്ക് ഉള്ള സൂചനയാണ് നൽകുന്നത്. പുറങ്കുപ്പായം നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു കുപ്പായമാണ്. യഹൂദന്മാരുടെ പടവൊക്കെ നമ്മൾ കാണുമ്പോൾ പുറങ്കുപ്പായം അവരുടെ പണം, ഉപകരണങ്ങൾ, മറ്റു സാധനങ്ങളൊക്കെ ആ പോക്കറ്റുകളിലെല്ലാം ഇടാം. കട്ടിയുള്ള കുപ്പായമാണ്. ഒരു വെടി കിട്ടിയാലും പെട്ടെന്ന് ശരീരത്തിൽ കൊള്ളുകയില്ല. സുരക്ഷിതത്വം നൽകുന്ന കുപ്പായമാണ്. കർത്താവിൻ്റെ കൂട്ടത്തിൽ ദൈവവചനം പ്രസംഗിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ സുരക്ഷിതത്വം സംരക്ഷിക്കുന്ന പുറങ്കുപ്പായം ഊരി എറിഞ്ഞു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ സുരക്ഷിതത്വം എന്ന ചിന്ത ഒരച്ഛനായി കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലതല്ല. ഈശോയുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവർക്ക് അത് നല്ലതല്ല. പുറങ്കുപ്പായം വിറ്റ് വാളെടുക്കട്ടെ. എന്താണ് വാള്? തിരുവചനം.
തിരുവചനം സമ്പൂർണമായിട്ട് നിങ്ങൾ പഠിക്കണം. തിരുവചനത്തിൻ്റെ വ്യാഖ്യാതാക്കളായിട്ട് നിങ്ങൾ നീങ്ങണം. പ്രൊപ്പഗാൻഡ ഫീദെ, വിശ്വാസത്തിൻ്റെ ആ അട്രിബ്യൂട്ടോടുകൂടി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഡിക്കാസ്ട്രി ഫോർ ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ വലിയ ഡിക്കാസ്ട്രി എന്ന് ഫ്രാൻസിസ് പിതാവ് അതിൻ്റെ പേര് പോലും മാറ്റി. സുവിശേഷ വചനവുമായിട്ട് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് പെർസിക്യൂഷൻ ഉണ്ടാകും, എതിർപ്പുകളുണ്ടാകും, നിങ്ങളുടെ ജീവൻ പണയം കൊടുക്കേണ്ടി വരും, ധീരമായ നിലപാടുകൾ എടുക്കേണ്ടി വരും. അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. നിങ്ങളെ സംരക്ഷിക്കുന്ന പുറംകുപ്പായവുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് നമുക്ക് ജീവിക്കാനൊക്കെയില്ല. സഭയെ അപ്പസ്റ്റോലിക്കായിട്ട് നിലനിർത്താൻ ശിഷ്യന്മാരുടെ വാളല്ല, ഈശോയുടെ വചനമാണ് വേണ്ടത്. ദൈവത്തിൻ്റെ വചനം വാളായിട്ട് ഉപയോഗിക്കുമ്പോൾ അതാണ് ജീവിതസാക്ഷ്യം, അതാണ് പുണ്യം, അതാണ് രക്തസാക്ഷിത്വം, അതാണ് അപ്പസ്റ്റോലിക്കായിട്ടുള്ള ജീവിതക്രമം. അങ്ങനെയുള്ള ആഴമായ ചിന്തയാണ് ഈശോ ശിഷ്യന്മാർക്ക് നൽകിയത്. പരിശുദ്ധ പിതാവ് ബർസലോണായി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നിന്നുകൊണ്ട് മരിക്കാം, മരിച്ചു വീഴുന്നില്ല നമ്മൾ, പക്ഷേ നമുക്കുള്ളിൽ ഒന്നും ഇല്ലാത്തവരെ പോലെ ആകും. അതുകൊണ്ട് നമ്മൾ വാളെടുക്കേണ്ടത് ദൈവവചനമാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം, വിട്ടുകളയണം. അപ്പോഴാണ് കർത്താവിൻ്റെ ഈശോയുടെ തിരുപ്പട്ടം സ്വീകരിച്ചതിൻ്റെ ആ കൃപ എന്താണെന്ന് നമ്മൾ മനസ്സിലാകുന്നത്. ചെസ്റ്റർട്ടൺ അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ടേക്ക് അവേ ദ സൂപ്പർ നാച്ചുറൽ. ഒരു വൈദികനിൽ നിന്ന് കൃപ എടുക്കപ്പെട്ടാൽ വാട്ട് റിമെയിൻസ് ഈസ് അൺനാച്ചുറൽ. എത്ര സമ്പന്നമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ടേക്ക് അവേ ദ ഗ്രേസ്, ദ സൂപ്പർ നാച്ചുറൽ ഫ്രം എ പ്രീസ്റ്റ്, വാട്ട് റിമെയിൻസ് ഈസ് അൺനാച്ചുറൽ. ഒരു വൈദികന് അല്പം പോലും ചേർന്ന കാര്യമല്ല, അൺനാച്ചുറലാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാണ്ട്, ഈശോയോട് അടുപ്പമില്ലാണ്ട്, തിരുവചനമാകുന്ന വാൾ ധരിക്കാണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ എല്ലാം കർത്താവ് നൽകിയ ആ ഒരു വലിയ കൃപ, മൂർച്ചയുള്ള ദൈവവചനവുമായിട്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്താനുള്ള ആ ഒരു കൃപയാണ് ഇതിലൂടെ ദൈവം നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ പണ്ഡിതനായ ഹാൻസ് ഉർസ് ഫ്രം ബൾത്തസാർ ഇതേക്കുറിച്ച് പറഞ്ഞ ഇതാണ്: ഫ്രം ടൈം ടു ടൈം ജീസസ് വിൽ ലീഡ് ദ ഡിസൈപ്പിൾസ് ടു എ പ്ലേസ് എപ്പാർട്ട്, away from the street, from the unbelief, from activity. It might be the cenacle, the garden of olives, the desert of prayer. But the crowd always overtakes them. Being singled out does not mean being isolated. അന്ധന് കണ്ണിൽ തുപ്പി ഈശോ കൈവച്ച് ചോദിച്ചല്ലോ, കാഴ്ച കിട്ടിയോ? അപ്പം അവൻ പറഞ്ഞു, കാഴ്ച കിട്ടി, പക്ഷേ മനുഷ്യരെല്ലാം മരങ്ങളെപ്പോലെയാണ് ഇരിക്കുന്നത്. നമ്മളും ചിലപ്പോഴൊക്കെ അങ്ങനെ ഇടപെടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മനുഷ്യരോട്, മരങ്ങളോടും മൃഗങ്ങളോടും ഒക്കെ ഇടപെടുന്നത് പോലെ ഒരു കാഴ്ചക്കുറവാണ്, ഒരു കാഴ്ചപ്പാട് കുറവാണ്. ഒരുപക്ഷേ നമ്മുടെ തിരുപ്പട്ട ശുശ്രൂഷയിൽ 2
കൈവെപ്പിൻ്റെ കാര്യവും ഇതാണെന്നാണ് ഞാൻ കരുതുന്നത്. മരങ്ങളെപ്പോലെ മനുഷ്യനെ കാണുമെന്ന് പറയുമ്പം ഈശോ എന്താ ചെയ്ത്? ഒന്നുകൂടെ കൈവച്ചു, ഒന്നുകൂടെ കണ്ണിൽ നല്ലതുപോലെ കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം ഞാൻ തെളിവായി കാണുന്നു, ഇപ്പം എനിക്ക് മനുഷ്യരെല്ലാം മനസ്സിലാകുന്നുണ്ട്, മനുഷ്യനിലേക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് കാര്യം. 2 കൈവെപ്പിലൂടെ മനുഷ്യനെ തെളിവായി കാണാനായിട്ട് സാധിച്ചു. അതാണല്ലോ തിരുപ്പട്ടവും. ഈശോ എന്നിട്ട് പറഞ്ഞു, ഗ്രാമവും പട്ടണവും ഒരുപോലെ അധികം പോകരുത്. ഗ്രാമം, പട്ടണം എല്ലാം വിമർശനങ്ങളും തർക്കങ്ങളും എതിർപ്പുകളും നിരീശ്വരത്വവാദവും എല്ലാം സംസാര വിഷയമാക്കുന്ന സ്ഥലമാണ്. അതിലേക്ക് എൻ്റർ ചെയ്യാണ്ട് സൂക്ഷിക്കണം. അതാണ് ബാൽത്ത് സാർ പറഞ്ഞത്. ബട്ട് ദ ക്രൗഡ് ഓൾവേസ് ഓവർടേക്സ് ദം. ഈ കാഴ്ച കിട്ടിക്കഴിയുമ്പോഴും ഈ വില്ലേജേഴ്സ്, ടൗണിലുള്ള ആളുകൾ, അവർ കൂട്ടത്തിൽ കൂടി ഈ കൃപ എടുത്തു മാറ്റി അവരിൽ ഒരുവനെ പോലെ ആക്കി തീർക്കാൻ ഉള്ള പരിശ്രമം നടത്തുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈശോ ചെയ്യുന്നത് നമ്മുടെ സെനക്കളിലേക്കാണ്, ഒലിവുമലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ഈ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ മനുഷ്യനെ തെളിവായി കാണാനുള്ള കാഴ്ചയാണ് ലഭിക്കുന്നത്. തീയാണ് ഇടുന്നത്, ആ തീയെ കത്തിപ്പടരണം. അത് ദൈവവചനമാണ്. എല്ലാ സുരക്ഷിതത്വവും നമ്മൾ വിട്ടുകളയണം. പുറങ്കുപ്പായങ്ങൾ എടുത്തു മാറ്റണം. എന്നിട്ട് വാള് വാങ്ങിക്കണം. തിരുവചനമാകുന്ന മൂർച്ചയുള്ള വാളുമായിട്ട്. ഒറ്റ ലിമിറ്റേഷനേ ഉള്ളൂ, എൻഡ്സ് ഓഫ് ദി എർത്ത്. അതാണ് പ്രൊപ്പഗാൻഡ വീര്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം. ആ ഒരു ലിമിറ്റേഷനേ ഉള്ളൂ. അത് ലിമിറ്റേഷൻ അല്ലല്ലോ. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എന്ന ഒറ്റ ലിമിറ്റേഷനെ ഒരച്ഛനുണ്ടാകാവുള്ളൂ. അങ്ങനെ വലിയ കൃപകളിലൂടെ, വഴികളിലൂടെ നടത്തി കർത്താവിൻ്റെ തിരുപ്പട്ടം ഇവിടെ വെച്ച് നമ്മുടെ ശംശാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ സഭയ്ക്കും നമ്മുടെ രൂപതയ്ക്കും ഇടവകയ്ക്കുമെല്ലാം അത് വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു. മാതാപിതാക്കൾ ശമാച്ചൻ്റെ ഡീക്കൻ പട്ടത്തിൽ റോമിൽ പോയി പങ്കെടുത്തിരുന്നു, ഇല്ലേ? അവിടെ പോയിരുന്നു. അതും വലിയൊരു ഭാഗ്യമാണ്. ഏത് ശമാശന ആ ഒരു ഭാഗ്യമൊക്കെ കിട്ടുന്നത്. അവിടെ വെച്ച് ഡീക്കൻ ശംശാനപ്പട്ടം സ്വീകരിച്ചപ്പോൾ അവർ പോയി അതിൽ പങ്കെടുത്തു. അവരുടെ മറ്റു 2 മക്കൾ ജോയിസും ഷാമും അവരുടെ മറ്റ് ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ഇവിടെയുണ്ട്. വലിയ സത്യവിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, വലിയ വീടാണ്. അവർക്കുള്ള പൈതൃകം ദൈവം പ്രത്യേകമായിട്ട് നൽകിയതാണ്. നെടുനിലം ആന്ത്രപ്പേറാണ് അവർ. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. അത് പറയാനല്ലേ? അത് വലിയൊരു പോർച്ചുഗീസ് ബന്ധമാണ്. അമ്മ വഴിയുള്ളൊരു ബന്ധമാണത്. അത് വലിയൊരു കുടുംബ പരമ്പരയുടെ ഭാഗമാണ്. ദ നെയിം ആന്ത്രപ്പേർ ഈസ് ഡിറൈവ്ഡ് ഫ്രം പോർച്ചുഗീസ് ആൻഡ്രൂ പെരൈറ. അങ്ങനെ ആ ഒരു വലിയ ബന്ധത്തിലൂടെ ഈ നെടുനിലത്തേക്ക് വന്ന അമ്മ, അവരിൽ നിന്ന് പറഞ്ഞ കുട്ടിയാണിത്. കുഞ്ഞുനാളിൽ ഈ കൊച്ചിനെ അവർ എറണാകുളത്തുള്ള പ്രത്യേക പള്ളികളിലൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിരുന്നു. അതൊരു വലിയൊരു ട്രഡീഷനാണ്, വലിയൊരു ബന്ധമാണ്, വലിയൊരു ഫാമിലി നെയിമാണ്. അതുകൂടെ കിട്ടിയപ്പോൾ കൂടുതൽ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാനായിട്ട് അവസരം കർത്താവ് നൽകിയതായിരിക്കാം. ഈ കൊച്ച് പ്രൊപ്പഗാൻഡയിൽ പോയി പഠിക്കട്ടെ എന്ന് തീരുമാനമെടുക്കാൻ ദൈവം എന്നെയും സഹായിച്ചത്. കൂടുതലായിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമുക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ തികവാണ്, നമ്മുടെ നിറവാണ് നമ്മുടെ വലിയ പിതാവ് കൂടെ ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ വിചാരിച്ചനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹം ഇതിനുവേണ്ടി അനേകം മാസങ്ങളായിട്ട് ഞാനിവിടെ വിശുദ്ധിക്ക് വന്നപ്പോഴും
അച്ഛൻ്റെ മനസ്സ് നിറയെ ഈ ശുശ്രൂഷയുടെ കാര്യങ്ങളായിരുന്നു. എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയിലും വൈദികാരന്മാരും സിസ്റ്റേഴ്സും എല്ലാം വളരെയേറെ അതിനുവേണ്ടി പരിശ്രമിച്ചു. ദൈവകൃപയാലും നമുക്ക് നല്ല കാലാവസ്ഥ കിട്ടിയ പ്രഭാതത്തിൽ. അതുകൊണ്ട് പള്ളി നിറഞ്ഞ് കവിഞ്ഞ് അച്ഛന്മാരും സ്വന്തക്കാരും എല്ലാമുണ്ട്. ആ ഒരു കൃപയുടെ നിറവിലാണ് നമ്മൾ തിരുപ്പട്ട ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നത്. നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകളെല്ലാം നമുക്കുള്ള വിഷയം കൂടിയാണ്. ഇതിലെ ഓരോ വാക്കും നിറയെ കർത്താവ് നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള വാക്യങ്ങളാണ്, പ്രാർത്ഥനകളാണ്. നമ്മുടെ സമൂഹം മുഴുവൻ അഭിഷേകം സ്വീകരിക്കണം. അത്ര നിറവുള്ള ആ പ്രാർത്ഥനകളാണ്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. അൽഫോൻസാമ്മയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം.